PV അൻവറിന് മുന്നിൽ കേരളം തുറന്നുവെക്കുന്ന മലപ്പുറത്തെ ഈ പൊളിറ്റിക്കൽ സ്പേസ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയായേക്കാം. കൊച്ചു കേരളത്തിലെ CPM വിമതന്റെ ഈ നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ പോക്ക് അങ്ങനെയാണ്. അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മുതൽക്കൂട്ടാക്കുക കേരള രാഷ്ട്രീയത്തിലെ മുസ്ലിം ആധിപത്യത്തിന് എന്നതാണ് ഇങ്ങനെ കടുത്ത സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത്. മുസ്ലിം ലീഗിന് ഇതുവരെ സമാഹരിക്കാനാകാത്ത SDPI, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി മുസ്ലിം വോട്ടുകൾ അങ്ങനെ അൻവറിലേക്ക് എത്തുന്നു. മുസ്ലിം രാഷ്ട്രീയത്തോടുള്ള ഇതര മതസ്ഥരുടെ സമീപനം മാറ്റാനും PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി സഹായകരമാകുമെന്നാണ് പറച്ചിലെങ്കിലും ലക്ഷ്യം മേൽപ്പറഞ്ഞ മറ്റൊന്നാണ്. പിണറായി വിജയന്റെ RSS ബാന്ധവവും അഴിമതിയും CPMനെ ഗ്രസിച്ചിരിക്കുന്ന ജീർണതകളുമൊക്കെ എണ്ണി പറഞ്ഞ് PV അൻവർ ജനങ്ങൾക്കിടയിലേക്ക് മുസ്ലിം സമുദായത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ സാമുദായിക അപകടം മണക്കുന്നുണ്ട്. മലബാറിനെ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ബദലായി ഇതാ SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടും പിന്തുണയും കൂടി അൻവർ ഉറപ്പിച്ചിരിക്കുന്നു. മലബാറിന്റെ മണ്ണിൽ വലിയൊരു ക്രൗഡ് പുള്ളറാകാനുള്ള സാധ്യതകൾ അൻവറിന് മുന്നിൽ ഇങ്ങനെ തുറന്നിരിക്കുന്നു. ചന്തപ്പടി സമ്മേളനത്തിലെ ആൾക്കൂട്ടം ഇതിന്റെ കൃത്യമായ സൂചനയാണ്. അങ്ങനെ ചന്തപ്പടി കേന്ദ്ര ഏജൻസികളുടെ ലോഗ് ബുക്കിലും ഇടം പിടിച്ചു. BJPയുടെ കേന്ദ്ര ഭരണത്തിന് കീഴിൽ PFI എന്ന വർഗീയ വൻമരം വീണതോടെ തീവ്ര മതവികാരം നിലനിർത്തിയുള്ള ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നാളിതുവരെ വിളർച്ചയുണ്ട്. അവരുടെ തീവ്ര നിലപാടുകൾക്ക് സ്വീകാര്യത കുറഞ്ഞിട്ടുണ്ട്. അതിന് തല്ലിക്കൊഴിക്കാൻ കേന്ദ്ര ഭരണത്തിനായിട്ടുണ്ട്. കശ്മീരിലെ വിഘടനവാദത്തെ പോലെ തന്നെ കേരളത്തിലെ വർഗീയ നാമ്പുകളിൽ തല്ലിക്കെടുത്താൻ ഒരേ നിലപാടാണ് കേന്ദ്രത്തിൻ്റേത്. അതിന് ഫലമുണ്ടായി. അത്തരക്കാരെ തന്റെ രാഷ്ട്രീയ പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ PV അൻവർ നടത്തുന്ന ഈ നീക്കങ്ങൾ മുസ്ലിം വർഗീയവാദികൾക്കൊരു സുവർണ അവസരമാണ്. CPM ഭരണത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന ചിന്ത മലപ്പുറത്തെ മുസ്ലിം സഖാക്കളെയും അൻവറിന്റെ പാളയത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെയൊക്കെ ആയിത്തീരാനും മുസ്ലിം വോട്ടുകൾ തനിക്കൊപ്പം നിർത്തുവാനുമാണ് മുഹമ്മദ് റിയാസിനെ മരുമകനാക്കി മന്ത്രിയാക്കി മുഖ്യമന്ത്രി കളത്തിലിറക്കിയത്. മുഹമ്മദ് റിയാസ് എന്താകണമെന്ന് ഇതുവരെ പിണറായി വിജയൻ സ്വപ്നം കണ്ടിരുന്നുവോ അതായി മാറുകയാണെന്ന് PV അൻവർ. അല്പം കൂടി കൃത്യമായി പറഞ്ഞാൽ ലീഗിനപ്പുറം കേരളത്തിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന നേതാവായി അൻവർ വളരുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻവർ പരിഭവം പറയുന്നതും ADGP അജിത് കുമാർ മുഖ്യമന്ത്രിയെ അങ്കിളെ എന്ന് വിളിക്കുന്നു. PV അൻവർ കേരളമെമ്പാടും സഞ്ചരിച്ച് ജനങ്ങളോട് സംവദിക്കാൻ തുനിഞ്ഞാൽ അത് മലബാർ ബെൽറ്റിനപ്പുറം മുസ്ലിം ഭൂരിപക്ഷമുള്ള പോക്കറ്റുകളിൽ കൃത്യമായൊരു കടന്നുകയറ്റത്തിന് തന്നെ വഴിയൊരുക്കുമെന്ന് സൂചനയുണ്ട്. അതാണ് ആ അതിരുകടന്ന രാഷ്ട്രീയ ടാർഗറ്റ്. ഇത് എത്രമാത്രം ഫലപ്രദമായി സംസ്ഥാനത്ത് നടപ്പാക്കാൻ അൻവറിന് സാധിക്കും എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. അൻവർ എന്ന വ്യക്തിക്കുമപ്പുറം രാഷ്ട്രീയ തന്ത്രജ്ഞരായ പ്രൊഫഷണൽ സംഘങ്ങളുടെ പിന്തുണ കൂടി ഇതിനുണ്ടാകും. അത് കേരളത്തിന്റെ മതേതര ആശയങ്ങൾക്കാകും ഭീഷണിയാകുക. ലക്ഷ്യമിടുന്നത് പിണറായിസത്തിന്റെ പതനമെന്നത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലുണ്ടായിരിക്കുന്ന പോലീസ്, ബ്യൂറോക്രാറ്റ്, മാഫിയ സംഘബന്ധങ്ങൾ, ഇവ ജനങ്ങൾക്കുയർത്തുന്ന വെല്ലുവിളികൾ, ഇത്തരം നെക്സസുകളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം PV അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിട്ട് ഇത്തരം തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയന്റെയും സർക്കാരിന്റെ മേലാണ് അൻവർ കൊണ്ടുവയ്ക്കുന്നത്. പിണറായി വിജയൻ ഇത്തരം കൊള്ളരുതായ്മകൾ നടപ്പാക്കുന്നത് മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ കൂടി ചേർത്ത് പിടിച്ചാണെന്നും അൻവർ തുറന്നു പറയുന്നു. പിണറായിയുടെ വിശ്വസ്തരായി ഭരണത്തിന്റെ ഇടനാഴികളിലുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ബന്ധവും ചേർന്നതാണ് ഈ നെക്സസ് എന്നുകൂടി അൻവർ വെളിപ്പെടുത്തുമ്പോൾ അത് കൂടെ കിടക്കുന്നവന് രാപ്പനെ അറിയാം എന്ന നിഗമനത്തിന് മറ്റൊരർത്ഥം വേണ്ട എന്നതാണ്. അൻവർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതും പിണറായിസത്തിന്റെ അന്ത്യത്തിനാണ്. അൻവറിനെ ചേർത്ത് പിടിക്കുന്ന UDF അടുത്ത ഭരണത്തിൽ അവർ പങ്കാളിയാകുന്നു. അങ്ങനെ ചെയ്താൽ കഥ വീണ്ടും മാറും. മുസ്ലിം ലീഗിനെ പോലുള്ള UDFന് മറ്റൊരു വർഗീയ സംഘത്തെ കൂടി കൂട്ടാളിയായി ലഭിക്കും. ഒരു കാലത്ത് MVR അടിച്ചമർത്തിയതുപോലെ CPMന്റെ കൈക്കരുത്തിന് അടിച്ചമർത്താൻ പ്രാപ്തിയും മനസ്സും മനക്കരുത്തുമുള്ള ഒരു വ്യക്തി കൂടിയാണ് PV അൻവർ. ഭരണവിരുദ്ധ വികാരത്തിന്റെ വിങ്ങലുമായി ജീവിക്കുന്ന കേരള സമൂഹത്തിനിടയിലേക്ക് പിണറായി വിജയനോട് പകപോക്കാൻ മുറിവേറ്റ മുസ്ലിം സമുദായത്തിന് അൻവറിനോളം മികച്ച മറ്റൊരു ആയുധം ഇനി കിട്ടാനുമില്ല. ഇവിടെ അൻവർ എടുത്തിടുക RSS പിണറായി ബന്ധമാകും പ്രധാനമായും. ആ വ്യാജ പ്രചരണം കേരളത്തിൽ പടർത്താൻ പ്രതിപക്ഷത്തിരിക്കുന്ന VD സതീശന്റെ സംഭാവനകളും ആരും മറന്നുപോകരുത്. ചേരുവകളെല്ലാം ചേരുമ്പോൾ അൻവർ കേരള രാഷ്ട്രീയത്തിലെ ഒരു വർഗീയ ചങ്ങലയിലെ പുതിയ കണ്ണിയെ മാറാനുള്ള സാധ്യതകൾ ശക്തമാണ്.